നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 1-ലെ യൂണിറ്റ് 3 ആയിട്ടുള്ള എ ലവ് ലെറ്റർ ടു മോം ബൈ രാജശേഖർ മമിദാന. This is a stand-up comedy show that pays tribute to his mother's life. A Love Letter to Mom is an emotional stand-up performance and tribute by Rajasekhar Mamidanna, presented in Hyderabad on 21st January 2021. A Love Letter to Mom എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡപ്പ് കോമഡിയാണ്, ഇമോഷണൽ സ്റ്റാൻഡപ്പ് കോമഡിയാണ്, പെർഫോംഡ് ബൈ രാജശേഖർ ആസ് എ ട്രിബ്യൂട്ട് ഫോർ ഹിസ് മദർ. അവൻ്റെ അമ്മയ്ക്കുള്ള ഒരു ട്രിബ്യൂട്ടായിട്ടാണ് ഈ ഒരു സ്റ്റാൻഡപ്പ് കോമഡി ആയിട്ടുള്ള ഈ ഒരു ഇത് നടത്തുന്നത്. ആൻഡ് ദിസ് വാസ് പ്രസൻറ്റഡ് ഇൻ ഹൈദരാബാദ് ഓൺ 21st of January 2021. ഹൈദരാബാദിൽ വെച്ചിട്ട് ജനുവരി 21-നാണ് ഈ ഇമോഷണൽ സ്റ്റാൻഡപ്പ് പെർഫോമൻസ് രാജശേഖർ മമിദാന പ്രസൻറ്റ് ചെയ്യുന്നത്. In this performance, the comedian speaks lovingly about his late mother Usha Rani and shares memories from his childhood and family life. ആൻഡ് ഇൻ ദ സ്റ്റാൻഡപ്പ് കോമഡി, ഈ ഒരു സ്റ്റാൻഡപ്പ് കോമഡിയിൽ രാജശേഖർ മെയിനായിട്ട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മരിച്ചു പോയ അമ്മേനെ പറ്റിയിട്ടാണ്. അമ്മയുടെ പേര് വന്നിട്ട് ഉഷാ റാണി എന്നാണ്. ആൻഡ് ഹി ഓൾസോ ഷെയർസ് ദ മെമ്മറീസ് ഫ്രം ഹിസ് ചൈൽഡ്ഹുഡ്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന കുറേ അമ്മയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മെമ്മറീസും, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫാമിലി ലൈഫിൽ എത്രമാത്രമാണ് അമ്മ എന്നുള്ളൊരു വ്യക്തി ഇൻഫ്ലുവൻസ് ചെയ്തത്, അല്ലെങ്കിൽ അമ്മയുടെ ഒരു സ്നേഹം എത്രമാത്രമായിരുന്നു എന്നാണ് ഈ ഒരു പെർഫോമൻസിൽ ത്രൂ ഔട്ട് രാജശേഖർ പറയുന്നത്. ആൻഡ് ദ ഷോ കമ്പൈൻസ് ഹ്യൂമർ, ഇമോഷൻ ആൻഡ് പേഴ്സണൽ സ്റ്റോറി ടെല്ലിംഗ്. The performance begins with funny incidents from his childhood and his relationship with his mother. ആൻഡ് ദ പെർഫോമൻസ്, ഈ ഒരു സ്റ്റാൻഡപ്പ് കോമഡി ബിഗിൻ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കുറേ ചൈൽഡ്ഹുഡിൽ നടന്ന കുറേ ഇൻസിഡൻസും ആൻഡ് ഓൾസോ ഹി എക്സ്പ്ലെയിൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അദ്ദേഹത്തിൻ്റെ അമ്മയും തമ്മിലുള്ള ഒരു ക്ലോസ് കണക്ഷനെ പറ്റിയിട്ടും ഈ ഒരു സ്റ്റാൻഡപ്പ് കോമഡിയിൽ അദ്ദേഹം പറയുന്നുണ്ട്. രാജശേഖർ ഡിസ്ക്രൈബ്സ് ഹൗ ഹിസ് മദർ കെയർഡ് ഫോർ ഹിം, കറക്റ്റഡ് ഹിം ആൻഡ് സപ്പോർട്ടഡ് ഹിം ഇൻ എവറി സിറ്റുവേഷൻ. രാജശേഖർ ഈ ഒരു സ്റ്റാൻഡപ്പ് കോമഡിയിലൂടെ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തെ എത്രമാത്രം കെയർ ചെയ്തിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു ഫോൾട്ട് പറ്റുമ്പോൾ അദ്ദേഹത്തിന് അവിടെ കറക്റ്റ് ചെയ്തിരുന്നു. ആൻഡ് ഓൾസോ ഷീ ഹാഡ് സപ്പോർട്ടഡ് ഹിം ഇൻ എവറി സിറ്റുവേഷൻ. വാട്ട് എവർ ഹീ ഡസ് ഷീ വിൽ സപ്പോർട്ട് ഹിം. അതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് എന്തൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിരുന്നു. ആൻഡ് ഓൾസോ he is saying through humor he shows the warmth and simplicity of middle class family. ഒരു ഹ്യൂമറായിട്ട് ഇദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ടായ സ്ട്രഗിളും അല്ലെങ്കിൽ ഒരു ആ മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഒരു വാംത്ത് ആൻഡ് സിംപ്ലിസിറ്റി, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ ഒരു കോമഡി രീതിയിൽ അദ്ദേഹം ഈ ഒരു സ്റ്റാൻഡപ്പ് പെർഫോമൻസിലൂടെ അദ്ദേഹം ഓഡിയൻസിന് നേരെ കാഴ്ചവെക്കുകയാണ്. As the performance progresses, the tone slowly becomes emotional. അദ്ദേഹം ഈ സ്റ്റാൻഡപ്പ് കോമഡി ഇങ്ങനെ പറഞ്ഞ് ഫുൾ ഓഡിയൻസിനെ ചിരിപ്പിച്ച് നടന്നിട്ട് ലാസ്റ്റ് പോർഷൻ ആയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ടോൺ മാറി ഒരു ഇമോഷണൽ ടോണിലോട്ടായി മാറുകയാണ്. രാജശേഖർ എക്സ്പ്ലെയിൻസ് ദ സാക്രിഫൈസസ് ഹിസ് മദർ മെയ്ഡ് ഫോർ ദ ഫാമിലി ആൻഡ് ദ ഡീപ്പ് ഇൻഫ്ലുവൻസ് ഷീ ഹാഡ് ഓൺ ഹിസ് ലൈഫ്. ഹീ ഈസ് ഓൾസോ സെയിങ് ദാറ്റ് ദ സാക്രിഫൈസ്, അവൻ്റെ അമ്മ അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നടത്തിയ സാക്രിഫൈസിനെ പറ്റി പറയുകയാണ്. ഈ സാക്രിഫൈസിനൊക്കെ പറ്റി പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയത്. ആൻഡ് ഓൾസോ ദ ഡീപ്പ് ഇൻഫ്ലുവൻസ് ഷീ ഹാഡ് ഓൺ ഹിസ് ലൈഫ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രാജശേഖറിൻ്റെ ലൈഫിൽ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് രാജശേഖറിൻ്റെ അമ്മ. സോ ഹീ ഈസ് ഓൾസോ സെയിങ് ദാറ്റ് he recalls how she encouraged him and stood beside him during difficult moments. He is also recollecting or recalls while standing there how much his mother had stood beside him during difficult moments in his life. അവൻ്റെ അമ്മ അവന് ഓരോ പ്രശ്നം വന്നപ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും ടഫസ്റ്റ് സിറ്റുവേഷനിലും അവൻ്റെ അമ്മ അവൻ്റെ കൂടെ നിന്നത് രാജശേഖർ ആലോചിക്കുകയാണ് ഈ ഒരു മൊമെൻറ്റിൽ. The most touching part of the performance is when he talks about his mother's illness and death. ഈ ഒരു സ്റ്റാൻഡപ്പ് പെർഫോമൻസിൽ
ചുറ്റും ഓഡിയൻസിനെയും അദ്ദേഹത്തെയും വളരെയധികം ടച്ച് ചെയ്തൊരു മൊമെൻ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഇൽനെസ്, അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അസുഖവും അതേപോലെ തന്നെ അവരുടെ മരണവുമാണ് ഏറ്റവും അധികം എല്ലാവരെയും ടച്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു പെർഫോമൻസിൽ. ആൻഡ് ദ ഓഡിയൻസ് ഹു ഹാഡ് ബീൻ ലാഫിങ് ത്രൂ ഔട്ട് ദ ഷോ ബിക്കംസ് സൈലൻറ്റ് ആൻഡ് ഇമോഷണൽ. അത്രയും നേരം രാജശേഖർ ചിരിപ്പിച്ചുകൊണ്ടിരുന്ന ഓഡിയൻസ് പെട്ടെന്ന് ഈ ഒരു കാര്യം വന്നപ്പോൾ ഭയങ്കരമായിട്ട് അവരും ഇമോഷണലായി രാജശേഖറിൻ്റെ ഒപ്പം തന്നെ. രാജശേഖർ ഓപ്പൺലി എക്സ്പ്രസസ് ഹിസ് ഗ്രീഫ്, ലവ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ഹിസ് മദർ. രാജശേഖർ ഒരു രീതിയിലും ഒരു ഹെസിറ്റേഷനും കാണിച്ചിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഓഡിയൻസിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ ട്രൂ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രീഫ്, ലവ്, ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാം അമ്മയുടെ അടുത്തുള്ള എല്ലാ രീതിയിലുള്ള ലവും ഗ്രാറ്റിറ്റ്യൂഡും ആ ഒരു ഓഡിയൻസിന് മുന്നിൽ അദ്ദേഹം എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ പെർഫോമൻസ് ബിക്കംസ് നോട്ട് ജസ്റ്റ് കോമഡി ബട്ട് എ ഹാർട്ട്ഫെൽറ്റ് റിമെമ്പറൻസ് ഓഫ് എ മദേഴ്സ് ലൈഫ് ആൻഡ് അൺകണ്ടീഷണൽ ലവ്. ഈ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കോമഡി മാത്രമല്ല, ബട്ട് ഇറ്റ് ഈസ് എ ഹാർട്ട്ഫെൽറ്റ് റിമെമ്പറൻസ് ഓഫ് എ മദേഴ്സ് ലൈഫ് ആൻഡ് എ അൺകണ്ടീഷണൽ ലവ്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ലൈഫും അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് അദ്ദേഹത്തോടുണ്ടായിരുന്ന ഒരു അൺകണ്ടീഷണൽ ലവിനെയും പറ്റിയിട്ടാണ് ഈ ത്രൂ ഔട്ട് ഈ ഒരു സ്റ്റാൻഡപ്പ് കോമഡിയിൽ അദ്ദേഹം പറയുന്നത്. The speech teaches us that parents, especially mothers, shape our life through sacrifice, affection ആൻഡ് ഗൈഡൻസ്. സോ ഈ ഒരു സ്പീച്ചിലൂടെ നമുക്ക് പ്രൂവ് ആവുന്നത് എസ്പെഷ്യലി നമ്മളുടെ പാരൻസ്, അതായത് എസ്പെഷ്യലി മദേഴ്സ് നമ്മളുടെ ലൈഫിൽ വലിയൊരു ഇൻഫ്ലുവൻസ് ആണ് ചെയ്യുന്നത്. അവർ നമ്മൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന സാക്രിഫൈസ്, അവരുടെ അഫെക്ഷൻ ആൻഡ് അവർ നല്ല കാര്യം ചെയ്യാൻ വേണ്ടി നമ്മളെ ഗൈഡ് ചെയ്യുന്നത്, എവറിത്തിങ് ഈസ് selfless or without nothing expecting in return. They give all this for us, and also it reminds us to value our loved ones while they are with us. ഈ ഒരു സ്റ്റാൻഡപ്പ് കോമഡിയിലൂടെ അദ്ദേഹം പറയുന്നത് നമ്മളുടെ കൂടെ നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരെ നമ്മളെപ്പോഴും വാല്യൂ ചെയ്ത് നമ്മളുടെ കൂടെ കൂട്ടണം എന്നുള്ളൊരു വലിയ മെസ്സേജാണ് അദ്ദേഹം ഈ ഒരു സ്റ്റാൻഡപ്പ് കോമഡിയിലൂടെ അദ്ദേഹം ഓഡിയൻസിന് വേണ്ടി കൊടുക്കുന്നത്. അതായത് നമ്മളുടെ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് അവരെ ഒരു വാല്യൂ ഉണ്ടാവില്ല, ബട്ട് അവരെ ഒരിക്കലും നമ്മളുടെ ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ട്രൂ വാല്യൂ മനസ്സിലാവുള്ളൂ. സോ ഇദ്ദേഹം പറയുന്നത് നമ്മളുടെ ലൈഫിൽ അവരുള്ള ടൈമിൽ അവർക്ക് ഫുൾ വാല്യൂ ആൻഡ് ലവ് കൊടുക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക. സോ അത്രയാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സ്റ്റാൻഡപ്പ് കോമഡിയിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ടു ബി റിമെമ്പർ. ഇതിൽ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു പെർഫോമൻസ് നടക്കുന്നത് ഹൈദരാബാദിലാണ് ഓൺ 21 ജാനുവരി 2021. ഇത് ഒരു ട്രിബ്യൂട്ടാണ്. രാജശേഖർ മമിദാന അദ്ദേഹത്തിൻ്റെ മദറിന് കൊടുക്കുന്ന ഒരു ട്രിബ്യൂട്ടാണ് ഈ ഒരു സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയുന്നത്. ദ പീസ് കമ്പൈൻസ് ഹ്യൂമർ ആൻഡ് ഇമോഷണൽ മെമ്മറീസ്. ഈ ഒരു സ്റ്റാൻഡപ്പ് കോമഡി ബോത്ത് ഫീലിങ്സ് മിക്സഡ് ആണ്, അതായത് ഹ്യൂമർ പ്ലസ് ഇമോഷണൽ ആയിട്ടാണ് ഈ ഒരു എൻറ്റയർ സ്റ്റാൻഡപ്പ് കോമഡി മൂവ് ചെയ്യുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദ മദർ ഈസ് ഷോൺ ആസ് കെയറിങ്, ലവിങ് ആൻഡ് സെൽഫ് സാക്രിഫൈസിങ്. മദേഴ്സിൻ്റെ ക്വാളിറ്റീസ് ആയിട്ട് അദ്ദേഹം ഈ ഒരു സ്റ്റാൻഡപ്പ് കോമഡിയിൽ പറയുന്നത് കെയറിങ്, ലവിങ് ആൻഡ് സെൽഫ് സാക്രിഫൈസിങ് ആണ്. നോട്ട് ദിസ് പോയിന്റ്. ആൻഡ് ദ ഫൈനൽ പാർട്ട് ഡിസ്കസസ് ഹെർ ഇൽനെസ് ആൻഡ് ഡെത്ത്. This part makes everyone emotional. This part talks about her illness and death. The work teaches gratitude, ലവ് ആൻഡ് റെസ്പെക്റ്റ് ഫോർ പാരൻസ്. സോ ഈ ഒരു സ്റ്റാൻഡപ്പ് കോമഡിയിലൂടെ രാജശേഖർ മമിദാന നമ്മുടെ സൊസൈറ്റിയിലേക്ക് അല്ലെങ്കിൽ നമുക്ക് തരുന്നൊരു മെസ്സേജ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കുക നമ്മളുടെ കൂടെ ഉണ്ടാവുന്ന ടൈമിൽ, ആൻഡ് ഓൾസോ ലവ് ആൻഡ് ഗീവ് റെസ്പെക്റ്റ് ഫോർ പാരൻസ്. നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്ത് കൊടുക്കുക. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് റിഗാർഡിംഗ് ടു ദിസ് ചാപ്റ്റർ, ലെറ്റ് മീ നോ ത്രൂ ദിസ് കമൻറ്റ്സ്, ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.